ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ആയി. അപ്പോൾ രാവിലെ തന്നെ അമ്മ മാർക്കറ്റിലൊക്കെ പോയിട്ട് നല്ല മീനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് മീനൊന്നും പറയാൻ പറ്റില്ല, നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടുള്ളൂ. മഴക്കാലമൊക്കെ തുടങ്ങിയില്ല, അപ്പോൾ അത്ര ഫ്രഷായിട്ടുള്ള മീനുകൾ ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല കേട്ടോ. അപ്പോൾ അത് കാരണം മീനൊക്കെ വാങ്ങിച്ചു കൊടുന്നു. അയിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ പൈനാപ്പിളും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി പൈനാപ്പിളൊക്കെ നമ്മൾ മേടിച്ചിട്ട്, അപ്പോൾ അത് കാരണം മേടിച്ചതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴക്കാലമാകുമ്പോൾ നമുക്ക് ജ്യൂസൊന്നും കുടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് വാഴക്കുടപ്പൻ, നമ്മുടെ അവിടെ വാഴമണി എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ പണ്ട് ഒരുപാട് നമ്മൾ തേനൊക്കെ കുടിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് നമുക്കൊന്നും കുടിക്കാൻ പറ്റില്ല, വവ്വാലൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കുക. അപ്പോൾ അതാ അമ്മ ഉണ്ണികളുടെ തുണികളൊക്കെ തോരട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പരിപാടികളുണ്ട് ഇന്നത്തെ ദിവസം. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ മോളേനെ LKG ചേർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കുള്ള ബുക്കുകൾ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് സ്ഥലം വരെയൊക്കെ പോകാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് നോക്കി നോക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഇതിൽ നല്ല രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് വേണം മോൾക്ക് വറുത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. കാരണം നല്ല ഫ്രഷ് മീനല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന്ന് ഏറ്റവും നല്ലത് നോക്കിയിട്ട് വേണം മോൾക്ക് കൊടുക്കാൻ. അപ്പോൾ മീനൊക്കെ നന്നാക്കിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കുള്ളത് വറുത്ത് വയ്ക്കാനുള്ളതൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചു. മോൾക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിക്കുള്ള മീൻ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്കുള്ള ഐറ്റംസൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ട തക്കാളിയും പിന്നെ അതിലേക്ക് വേണ്ട അരപ്പുകളും ഒക്കെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ മീൻ കറിയായി, മീൻ വറുത്തതൊക്കെ ആയിട്ടോ. ഒക്കെ അമ്മയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിനിടയിൽ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഞാനപ്പോൾ ഇനി ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതാ ചോറ് എടുത്തിട്ടുണ്ട്, കുറച്ച് അച്ചാറും മീൻ വറുത്തതും മീൻ കറിയും പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചെമ്മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് നന്നായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനൊന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. കുറേ ദിവസമായി പുറത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാനൊന്ന് നടന്നിട്ട് വരാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ, പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ച് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പ്രത്യേകിച്ച് എപ്പോഴും പുറത്തേക്ക് പോയിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നു വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ, അതായത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ചിലവർക്ക്. അപ്പോൾ എനിക്കൊരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ടൂറൊക്കെ പോയിരുന്ന ആളാണ്. പെട്ടെന്നൊരു നമ്മളൊന്ന് വീട്ടിൽ ഒതുങ്ങി കൂടുമ്പോഴത്തെ ഒരു ഡിപ്രഷൻ, അത് ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ ചുറ്റും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എൻ്റെ അമ്മയായാലും ചേട്ടനായാലും മക്കളായാലും ഉള്ള കാരണം നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ എന്നാലും ചില സമയത്ത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും, പണ്ടത്തെ പോലെയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നടന്നിട്ട് വരാമെന്നൊക്കെ ചിന്തിക്കും കേട്ടോ. ആ സമയത്ത് അമ്മയൊക്കെ മോനെ നോക്കിയിരിക്കും. അതുപോലെ ചേട്ടനായാലും കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞാലും ആളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ നടന്ന് വന്ന് ജ്യൂസൊക്കെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ. അമ്മ അപ്പോഴേക്കും ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് മഴ ഉണ്ടാവാത്ത കാരണം നല്ല ചൂടായിരുന്നു. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ജ്യൂസായിരുന്നു അമ്മ അടിച്ചു തന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവൾക്കുള്ള ബുക്കുകളൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടോ. ബുക്ക് നമ്മുടെ മുനിസിപ്പൽ സ്റ്റാൻഡിൽ തന്നെ കിലോ കണക്കിന് കിട്ടുന്ന ഒരു കടയുണ്ട്. പുതിയൊരു ഓഫർ പോലെയാണ് കേട്ടോ അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് അധികം ബുക്കുകളൊന്നും വേണ്ട, ഒരു 5-6 ബുക്ക് മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലഞ്ച് ബോക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ചു, ബില്ലൊക്കെ അടിച്ചു. ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കിട്ടി. അപ്പോൾ നെയിം സ്ലിപ്പൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നല്ല ഒരു ഷോപ്പാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചെറിയ കട പോലെ തോന്നിയാലും ഒരുപാട് ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ മോൾക്ക് ഷൂ മേടിക്കാനാണ് കേട്ടോ പിന്നെ പോയത്. അപ്പോൾ അവൾക്ക് സ്പെഷ്യൽ യൂണിഫോമിൻ്റെ ഒപ്പം ബ്ലാക്ക് ഷൂ വേണം. ഇല്ലാത്ത നോർമൽ ദിവസങ്ങളിലൊക്കെ ചപ്പൽ മതിയാവും. അത് അവൾക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻ ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും മോളും കൂടിയും ഷൂ ഒക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഷൂ ഒക്കെ കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം കേട്ടോ. നല്ല സ്റ്റാഫായിരുന്നു. നമുക്ക് സൈസ് കിട്ടണതിനനുസരിച്ച് ആ കുട്ടി ഒരു മടിയും കൂടാണ്ട് കേട്ടോ അവനെടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടപ്പോൾ ഒരു ഷൂ കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. യൂണിക്കോൺ ടൈപ്പിലൊക്കെ ഒരു നല്ലൊരു ഷൂ ആയിരുന്നു. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം മേടിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ നിന്നപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. അപ്പം മോൾക്കും ഞങ്ങൾക്കൊക്കെ റെയിൻ കോട്ട് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അവൾക്ക് മാത്രം ഇട്ട് കൊടുത്തു. എനിക്കത് ഇടാനൊന്നുള്ള ക്ഷമയില്ല.
കാരണം അമ്മയുടെ വിളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മോന് വിശന്ന് തുടങ്ങി പറഞ്ഞിട്ട്. കാരണം 2 മണിക്കൂറൊക്കെ അവൻ മാക്സിമം ഇരിക്കും, മാക്സിമം 2.5 മണിക്കൂറൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ അധികം അവനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ രാത്രിയൊക്കെ ആയപ്പോഴേക്കും ചേട്ടനും മോളും കൂടി ബുക്കൊക്കെ പൊതിഞ്ഞു കേട്ടോ. പിറ്റേ ദിവസം അവൾക്ക് പ്രവേശനോത്സവം ഉള്ളതാണ്. അപ്പോൾ അതിനും കൂടി പോയി. ഞങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൗൺസിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മേഡാട്ടോ, അങ്ങനെ ഒരു അഹങ്കാരമൊന്നും ഇല്ലാത്തൊരു കൗൺസിലറാണ് ഞങ്ങൾക്ക്. അപ്പോൾ ആളുടെ കൂടെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗെയിംസ് ഉണ്ടായിരുന്നു, പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. 2 ടീച്ചർമാരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. കാരണം കുറേ കുട്ടികൾ പോകുന്നുണ്ട്, കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. എന്നാലും അവരുടെ ഫോട്ടോസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ അവൾക്ക് LKGയിലുള്ള പ്രവേശനോത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ യൂണിഫോമൊക്കെ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മോള് പോയിട്ടുള്ളത്. മോളും കുറേ കുട്ടികളതിനൊക്കെ ആ യൂണിഫോമിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് മോള് പോയിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ അവരെ വെൽക്കൊക്കെ ചെയ്യായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോനും ഇവിടെ തന്നെയാണ് കേട്ടോ ചേർന്നിട്ടുള്ളത്, pre-KG ആയിരുന്നു. പിന്നെ അങ്ങനെ ഹെഡ് മിസ്ട്രസ് എല്ലാ കുട്ടികളെയും വെൽക്കം ചെയ്യായിരുന്നു. അവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഫ്രെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ. അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ മോളുടെ സ്കൂൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.